ഒന്ന് ഓർത്ത് നോക്കൂ, നല്ല വിശപ്പുള്ള ഒരു രാത്രി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഡെലിവറി ആപ്പ് വഴി നിങ്ങൾ ഓർഡർ ചെയ്യാൻ തുടങ്ങുന്നു. നല്ല ചൂടുള്ള ഒരു ബിരിയാണി കഴിക്കാനാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത്. 100 കണക്കിന് റെസ്റ്റോറൻറ്റുകളാണ് നിങ്ങൾ ആപ്പിൽ കാണുന്നത്. എന്ത് തിരഞ്ഞെടുക്കും? സ്വാഭാവികമായും നിങ്ങളുടെ കണ്ണു പോകുന്നത് സ്റ്റാർ റേറ്റിംഗിലേക്കാണ്. പെട്ടെന്നതാ 4 or 5 സ്റ്റാർ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ്, താഴെ 100 കണക്കിന് കമന്റുകൾ, എക്സലന്റ് ഫുഡ്, മസ്റ്റ് ട്രൈ ബിരിയാണി എന്നൊക്കെ. രണ്ടാമതൊന്നും ആലോചിക്കാതെ നമ്മൾ ഓർഡർ ചെയ്യുന്നു. പക്ഷെ ഭക്ഷണം കയ്യിൽ കിട്ടിയപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, പ്രതീക്ഷിച്ചതിലും തണുത്തതും രുചിയില്ലാത്തതുമായ എന്തോ ഒന്ന്. പറ്റിയ അബദ്ധം ഓർത്ത് നിങ്ങളിങ്ങനെ നിരാശനായിരിക്കുന്നു. ഈ അനുഭവം നിങ്ങൾക്ക് മാത്രം ഉണ്ടായതല്ല. നിങ്ങൾ വിശ്വസിച്ച ആ 5 സ്റ്റാർ റേറ്റിംഗുകൾ ഒരു പക്ഷേ പച്ചക്കള്ളമായിരുന്നിരിക്കണം. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ഓൺലൈൻ റിവ്യൂകളിൽ ഏതാണ്ട് 1/3 വ്യാജമാകാമെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. അതായത് നിങ്ങൾ കാണുന്ന ഓരോ 10 റിവ്യൂകളിലും 3 നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രം എഴുതിയിട്ടുള്ളതായിരിക്കാം. റെസ്റ്റോറന്റുകളും വിൽപ്പനക്കാരും എങ്ങനെയാണ് പണം കൊടുത്ത് വ്യാജ റിവ്യൂകൾ വാങ്ങി നിങ്ങളെ ചതിക്കുന്നത്? അതിലും പ്രധാനമായി ഒരു വ്യാജ റിവ്യൂ മിനിറ്റുകൾക്കുള്ളിൽ എങ്ങനെ തിരിച്ചറിയാം? അതിനുള്ള 5 വഴികളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ കെണി? നമ്മളിൽ ഭൂരിഭാഗം പേരും, അതായത് 10ൽ 8 പേരും ഓൺലൈനിൽ എന്തെങ്കിലും വാങ്ങുന്നതിന് മുൻപ് റിവ്യൂകൾ നോക്കുന്നവരാണ്. സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ ഒരു പുതിയ കട പരീക്ഷിക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യം നോക്കുന്നത് ഈ സ്റ്റാറുകളിലേക്കാണ്. ഉയർന്ന റേറ്റിംഗ് എന്നാൽ നല്ല ഭക്ഷണം, നല്ല സർവീസ് എന്നൊക്കെയാണല്ലോ നമ്മുടെ മനസ്സിലുള്ള ഒരു കോൺസെപ്റ്റ്. ഈ വിശ്വാസത്തെയാണ് ചിലർ പണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിന് പോസിറ്റീവ് ബയാസ് എന്നാണ് പറയുന്നത്. അതായത് പണം കൊടുത്തോ ഡിസ്കൗണ്ട് കൊടുത്തോ നല്ല റിവ്യൂകൾ എഴുതിപ്പിക്കുക. അതേസമയം മോശം റിവ്യൂകൾ മനഃപൂർവ്വം ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് പ്രസിദ്ധീകരിക്കാതിരിക്കുകയോ ചെയ്യുക. ചില സർവേകൾ പ്രകാരം പകുതിയിലധികം ഉപഭോക്താക്കളും പറയുന്നത് തങ്ങളുടെ നെഗറ്റീവ് റിവ്യൂകൾ പലപ്പോഴും പ്രസിദ്ധീകരിക്കപ്പെടാറില്ല എന്നാണ്. ഇതിന്റെ ഫലം എന്താണെന്ന് അറിയാമോ? സത്യസന്ധമായി നല്ല ഭക്ഷണം കൊടുക്കുന്ന, ഒരു പക്ഷേ 3.8 സ്റ്റാറൊക്കെ മാത്രമുള്ള നല്ല റെസ്റ്റോറന്റുകൾ നമ്മളെ കാണാതെ പോകുന്നു. പകരം വ്യാജ 5 സ്റ്റാർ മേടിച്ച് നിലവാരമില്ലാത്ത ഒരിടത്ത് നിന്ന് ഭക്ഷണം വാങ്ങി നമ്മുടെ പണവും സമയവും ആരോഗ്യവും കളയുന്നു. ഇതൊരു ചെറിയ തട്ടിപ്പല്ല. വ്യാജ റിവ്യൂകൾ കാരണം ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കൾക്ക് ഓരോ വർഷവും നഷ്ടമാകുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപകളാണ്. ഇത് നമ്മളെ മാത്രമല്ല, സത്യസന്ധരായ കച്ചവടക്കാരെയും തകർക്കുന്ന ഒരു കാര്യമാണ്. നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ചെറിയ റെസ്റ്റോറന്റ് തുടങ്ങുന്ന ഒരാളെ നിങ്ങൾ ഓർത്തു നോക്കുക. അയാൾക്ക് മത്സരിക്കേണ്ടി വരുന്നത് പണം വാരി എറിഞ്ഞ് ആയിരക്കണക്കിന് വ്യാജ റിവ്യൂകൾ പരത്തുന്നവരോടാണ്. അവസാനം സംഭവിക്കുന്നതോ, നല്ല ഭക്ഷണം കൊടുക്കുന്നവൻ കച്ചവടമില്ലാതെ പൂട്ടിപ്പോകുന്നു, നിലവാരമില്ലാത്തവർ ഓൺലൈൻ താരങ്ങളായി വിലസുന്നു. കെണി ഒരുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. വ്യാജ റിവ്യൂകളുടെ ഈ ലോകം വളരെ സംഘടിതമായാണ് പ്രവർത്തിക്കുന്നത്. റിവ്യൂ ഫാമുകൾ എന്ന് വിളിക്കുന്ന ഏജൻസികൾ തന്നെ ഇതിന് പുറകിൽ ഉണ്ടാവാറുണ്ട്. എന്താണ് ഇവരുടെ പണിയെന്നോ? പണം വാങ്ങി വ്യാജ റിവ്യൂകൾ ഉണ്ടാക്കി കൊടുക്കുക. ഒരു പുതിയ റെസ്റ്റോറന്റ് തുറക്കുമ്പോഴോ ഒരു പുതിയ സാധനം വിൽക്കാൻ വയ്ക്കുമ്പോഴോ അതിന്റെ പേജിൽ പെട്ടെന്ന് 100 കണക്കിന് 5 സ്റ്റാറുകൾ നിറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് പലപ്പോഴും ഈ ആളുകളുടെ പ്രവർത്തനത്തിലൂടെയാണ്. ഇവർക്ക് വേണ്ടി റിവ്യൂ എഴുതാൻ ആളുകളുണ്ട്. ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ടെലിഗ്രാം ചാനലുകളിലും ഒരു 5 സ്റ്റാർ റിവ്യൂവിന് 50 രൂപ എന്ന പരസ്യങ്ങൾ സുലഭമാണ്. റിവ്യൂ എഴുതുന്ന ആൾ ആ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, ആ സാധനം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊന്നും ഒരു വിഷയമേ അല്ല. അവർക്ക് പണം കിട്ടണം, കച്ചവടക്കാർക്ക് സ്റ്റാർ റേറ്റിംഗും. ഈ ഇടപാടിൽ വഞ്ചിക്കപ്പെടുന്നത് നമ്മൾ മാത്രമാണ്. ചിലപ്പോൾ റെസ്റ്റോറന്റുകൾ തന്നെ നേരിട്ട് ഈ പണി അങ്ങ് ഏറ്റെടുക്കും. ഭക്ഷണത്തിന്റെ കൂടെ ഒരു കാർഡ് തരും, ഞങ്ങൾക്ക് 5 സ്റ്റാർ റേറ്റിംഗ് തരൂ, അടുത്ത ഓർഡറിന് 20% ഡിസ്കൗണ്ട് എന്നൊക്കെ പറയുന്നു. ഇത് നിയമവിരുദ്ധമാണെങ്കിലും പലരും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കിട്ടുന്ന റേറ്റിംഗ് എത്രത്തോളം സത്യസന്ധമായിരിക്കാം? ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി മാത്രം ആളുകൾ നല്ലത് പറയുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് സത്യമാണ്. അടുത്തത്, ഇത്തരത്തിൽ വ്യാജം കാണിക്കുന്ന ആളുകളെ എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇത് തന്നെയാണ്. ഈ വ്യാജന്മാരെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നത്. അടുത്ത തവണ ഒരു റിവ്യൂ വായിക്കുമ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇതിൽ കിട്ടും. ഒന്നാമത്തെ ഒരു സൂചന എന്ന് പറയുന്നത് അതിലെ ഭാഷ ശ്രദ്ധിക്കുക എന്നാണ്. വ്യാജ റിവ്യൂകൾ പലപ്പോഴും അത് പ്രകടിപ്പിക്കുന്ന ഒരു പൊതുവായ സ്വഭാവമുണ്ട്. ഒന്നെങ്കിൽ അത് വളരെ ലളിതമായതോ പൊള്ളയായ വാക്കുകളോ ആയിരിക്കും. നമ്മൾ കേട്ടില്ലേ, വെരി ഗുഡ് ഫുഡ്, നൈസ് പ്ലേസ്, ഓസം പ്ലേസ് എന്നൊക്കെ. ഏത് റെസ്റ്റോറന്റും ചേരുന്ന ഇത്തരം അഭിപ്രായങ്ങൾ കണ്ടാൽ ഒന്ന് സംശയിക്കണം. അല്ലെങ്കിൽ നേരെ തിരിച്ച് സംഭവിക്കാം. അമിതമായ ആവേശവും പുകഴ്ത്തലും, ജീവിതം മാറ്റിമറിച്ച അനുഭവം, ജീവിതത്തിലെ ഏറ്റവും മികച്ച ഭക്ഷണം, വായിൽ വെച്ചപ്പോഴങ്ങ് അലിഞ്ഞുപോയി എന്നൊക്കെ നമ്മൾ കേൾക്കുകയില്ലേ? ഇങ്ങനെ കേൾക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. യഥാർത്ഥ ഉപഭോക്താക്കൾ
ഉപഭോക്താക്കൾ സാധാരണയായി കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടെയാണ് എഴുതാൻ ചാൻസ് ഉള്ളത്. ഭക്ഷണത്തിന്റെ നല്ല വശങ്ങളും അവർക്ക് തോന്നിയ ചെറിയ പോരായ്മകളും അതിലുണ്ടായിരിക്കാം. രണ്ടാമത്തെ സൂചന എന്ന് പറയുന്നത് പ്രൊഫൈൽ പരിശോധിക്കുക എന്നതാണ്. അത് കുറച്ച് നമുക്ക് സമയമെടുക്കുന്നതൊക്കെയാണ്. എന്നിരുന്നാലും ഒരു റിവ്യൂവിൽ നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ ആ റിവ്യൂ എഴുതിയ ആളുകളുടെ പ്രൊഫൈലിൽ ഒന്ന് കയറി നോക്കുക. അതൊരു പുതിയ അക്കൗണ്ട് ആണോ, 1-2 റിവ്യൂകൾ മാത്രമാണോ എഴുതിയിട്ടുള്ളത്, എഴുതിയ റിവ്യൂ എല്ലാം 5 സ്റ്റാർ മാത്രമാണോ, പ്രൊഫൈലിൽ ചിത്രമില്ല, പേര് വിചിത്രമായി തോന്നുന്നു എങ്കിൽ ഒക്കെ നമുക്ക് ഉറപ്പിക്കാം ഇതിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന്. അതൊരു വ്യാജ പ്രൊഫൈലാണെന്ന്. യഥാർത്ഥ ഉപഭോക്താക്കൾക്ക് ഒരു റിവ്യൂ ഹിസ്റ്ററി ഉണ്ടായിരിക്കും. അവർ പലതിനെ കുറിച്ചും നല്ലതും ചീത്തയുമായ അഭിപ്രായങ്ങൾ അവിടെ പങ്കുവച്ചിട്ടും ഉണ്ടായിരിക്കും. മൂന്നാമത്തെ സൂചന എന്ന് പറയുന്നത് സമയവും എണ്ണവും എന്നതാണ്. ഇതൊരു പ്രധാനപ്പെട്ട തെളിവാണ്. ഒരു റെസ്റ്റോറന്റിന്റെ പേരിൽ ഒരു ദിവസം അല്ലെങ്കിൽ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഒരുപാട് 5 സ്റ്റാർ റിവ്യൂകൾ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അത് അപകട സൂചനയാണ്. ഉദാഹരണത്തിന് 1 മണിക്കൂറിനുള്ളിൽ 20 5 സ്റ്റാർ റിവ്യൂകൾ, അതും ഒരേപോലത്തെ പേരുകളിൽ നിന്നോ പ്രൊഫൈലുകൾ പൂർണ്ണമല്ലാത്ത അക്കൗണ്ടുകളിൽ നിന്നോ ആണെങ്കിൽ 100% നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും ഇത് വാങ്ങിക്കൂട്ടിയ ഒരു റിവ്യൂ ആണെന്ന്. ഒരു റെസ്റ്റോറന്റ് സ്വാഭാവികമായി റിവ്യൂകൾ വരുന്നത് പല ദിവസങ്ങളിലായി പല സമയങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും. ഈ അസ്വാഭാവികമായിട്ടുള്ള ഈ കുതിച്ചുചാട്ടം എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. നാലാമത്തെ സൂചന എന്ന് പറയുന്നത് വിശദാംശങ്ങൾ ഇല്ലാതെ ഇരിക്കുക എന്നതാണ്. യഥാർത്ഥ റിവ്യൂ എഴുതുന്ന ആളുകൾ പലപ്പോഴും വിശദാംശങ്ങൾ തരും. അവിടുത്തെ ചിക്കൻ ബിരിയാണിക്ക് അല്ലെങ്കിൽ അതിന്റെ മസാലയ്ക്ക് നല്ല എരിവായിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിന്റെ പ്രവർത്തനം രസകരമായിരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഇടപാടുകൾ വളരെ മോശമായിരുന്നു, അല്ലെങ്കിൽ നല്ലതായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തില് ഉപ്പ് കൂടി പുളി കൂടി അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിന്റെ ഒപ്പം തന്നെ ആ റെസ്റ്റോറന്റിൽ പാർക്കിംഗ് ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അതായത് എന്തെങ്കിലുമൊക്കെ പ്രത്യേക കാര്യങ്ങൾ എടുത്തു പറയുന്ന ഒരു രീതി. എന്നാൽ വ്യാജ റിവ്യൂകളിൽ ഇത്തരം വിശദാംശങ്ങൾ ഒന്നും ഉണ്ടായിരിക്കില്ല. കാരണം ലളിതമാണ്, അവർ ആ ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് അവർക്ക് പൊള്ളയായ പൊതുവായ കാര്യങ്ങൾ മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. ഒരു റിവ്യൂവിൽ ആ സ്ഥലത്തെയോ ഭക്ഷണത്തെയോ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇല്ലെങ്കിൽ അതിനെ പൂർണ്ണമായും വിശ്വസിക്കരുത്. അഞ്ചാമത്തെ സൂചന എന്ന് പറയുന്നത് 1 സ്റ്റാറും 5 സ്റ്റാറും മാത്രമാണോ ഉള്ളതെന്നാണ്. ഒരു റെസ്റ്റോറന്റ് റിവ്യൂ പേജ് തുറന്നു നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുടെ 5 സ്റ്റാർ റിവ്യൂകളും പിന്നെ കുറെ 1 സ്റ്റാർ റിവ്യൂകളും മാത്രമാണ് കാണുന്നതെങ്കിൽ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇതിനർത്ഥം കടയുടമ ഒരുപാട് വ്യാജ 5 സ്റ്റാർ റിവ്യൂകൾ വാങ്ങിയിട്ടുണ്ട് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് മോശം അനുഭവം കിട്ടിയത് കൊണ്ട് അവർ 1 സ്റ്റാർ നൽകുന്നു. 2, 3, 4 സ്റ്റാർ റിവ്യൂകൾ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. ഇത് റേറ്റിംഗിൽ കൃത്രിമത്വം നടക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണ്. യഥാർത്ഥത്തിൽ ഒരു നല്ല റെസ്റ്റോറന്റിന് എല്ലാ തരത്തിലുള്ള റിവ്യൂകളും ഒരേപോലെ ലഭിക്കുന്നതാണ്. ഈ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, സർക്കാരും അതിനെതിരെ ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ വ്യാജ റിവ്യൂകൾ പ്രസിദ്ധീകരിക്കുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം 2019 നിയമപ്രകാരം നിയമവിരുദ്ധമാണ്. ഇതിനായി 2022 ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ അവരുടെ പേരിൽ ഒരു പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ നിയമം അനുസരിച്ച് പണം കൊടുത്തുകൊണ്ടോ മറ്റ് ആനുകൂല്യങ്ങൾ നൽകിയോ എഴുതിപ്പിക്കുന്ന റിവ്യൂകൾ സ്പോൺസർ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തണമെന്നാണ് പറയുന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഈ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അഥവാ ഒരു ഉപഭോക്താവിന്റെ നെഗറ്റീവ് റിവ്യൂ പ്രസിദ്ധീകരിക്കാതെ ഇരുന്നാലോ വ്യാജ റിവ്യൂകൾ പ്രോത്സാഹിപ്പിച്ചാലോ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അവർക്കെതിരെ പിഴ ചുമത്താനും നടപടിയെടുക്കാനും അധികാരമുണ്ട്. അതിനാൽ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നിങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരായിരിക്കുക. അടുത്ത തവണ നിങ്ങൾ ഒരു ഫുഡ് ആപ്പ് തുറക്കുമ്പോൾ ആ തിളങ്ങുന്ന 5 സ്റ്റാറുകളിൽ കണ്ണുമടച്ച് വിശ്വസിച്ച് ഓർഡർ ചെയ്യാതിരിക്കുക. നമ്മൾ ഇന്ന് പറഞ്ഞ കുറെ 5 കാര്യങ്ങളില്ലേ ഇവരെ തിരിച്ചറിയാനുള്ള, ആ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി അടുത്ത തവണ ഫുഡ് ആപ്പ് തുറക്കുമ്പോൾ ഈ തിളങ്ങുന്ന 5 സ്റ്റാറുകൾ കണ്ട് കണ്ണുമടച്ചുകൊണ്ട് ഓർഡർ ചെയ്യാൻ നിൽക്കാതിരിക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. നിങ്ങളുടെ ഭക്ഷണം നിങ്ങളുടെ അവകാശമാണ്.